ഹായ് ഓൾ, വെൽക്കം ടു മീറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് 2026 എന്ന് പറയുന്നത് മികച്ച അവസരങ്ങളുടെ ഒരു നിര തന്നെ കാത്തിരിക്കുന്ന വർഷമാണ് അല്ലേ. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാംസ് ആയിക്കോട്ടെ, അതുപോലെ 10th ലെവൽ എക്സാംസ് ആയിക്കോട്ടെ, നിരവധി എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ വർഷം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷനൊക്കെ അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോവുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2026 എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്ന ജോലിയിലേക്കുള്ള എത്തിച്ചേരുവാനുള്ള ഒരു മികച്ച അവസരമായിരിക്കും, അല്ലെങ്കിൽ ഒരു മികച്ച വർഷമാകട്ടെ 2026 എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴേ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ആരംഭിക്കുക കേട്ടോ. അപ്പോൾ 10th ലെവൽ എക്സാമുകൾക്ക് ഫോക്കസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വരാനിരിക്കുന്നത് പ്രധാനപ്പെട്ട 3 PSC എക്സാമുകളാണ്. 3 10th ലെവൽ എക്സാംസ് ആണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായിട്ടും ഒന്ന് കമ്പനി ബോർഡ് LGS. കമ്പനി ബോർഡ് LGSന് എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. കാരണം കമ്പനി ബോർഡ് LGS നമുക്കറിയാം 10th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. അതുപോലെ തന്നെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും എന്ത് ചെയ്യാൻ സാധിക്കും, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് അല്ലേ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. മറ്റു 2 എക്സാമുകൾ എന്ന് പറയുന്നത് LDC നിലവാരത്തിലുള്ള ഒന്ന് VFA, മറ്റൊന്ന് ബെപ്കോ LDC ആണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ കമ്പനി ബോർഡ് LGSന് അപ്ലൈ ചെയ്യാൻ സാധിക്കാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട. അവരെ സംബന്ധിച്ചും മികച്ച അവസരങ്ങളായ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ ബെപ്കോ LDC ഒക്കെ വരുന്നുണ്ട്. കമ്പനി ബോർഡ് LGSന് അപ്ലൈ ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് അതൊരു മികച്ച അവസരം കൂടിയാണ് അല്ലേ. കാരണം ധാരാളം അഡ്വൈസ് പോയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് ഇത് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രിപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ ചിട്ടയായ രീതിയിൽ പഠിച്ച് മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു നിശ്ചിത റാങ്കിലേക്ക് എത്താൻ സാധിക്കും. നമ്മൾ നല്ല ഒരു റാങ്കൊക്കെ മേടിച്ച് നമ്മുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തുക എന്നുള്ളതാണല്ലേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഓർക്കുക, 10th ലെവൽ എക്സാംസ് നമ്മൾ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ 10th ലെവലിൽ നിന്നല്ല, അതിനിപ്പോൾ ഡിഗ്രി ലെവൽ എക്സാംസ് ആയിക്കോട്ടെ, ഏത് എക്സാംസ് ആയിക്കോട്ടെ, 2026 വരാനിരിക്കുന്ന ഇനി ഏത് എക്സാം ആയാലും നമ്മൾ PSC എക്സാംസ് ക്ലിയർ ചെയ്യണമെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സിലബസ് കൃത്യമായിട്ട് തന്നെ പഠിക്കുക. കാരണം എല്ലാ എക്സാമിൻ്റെയും ബേസ് എന്ന് പറയുന്നത് എന്താണ്, സിലബസാണ്. നമ്മുടെ അടിത്തറ സ്ട്രോങ് ആണെങ്കിലാണ് നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ സിലബസ് മനസ്സിലാക്കുക, അതിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിക്സ് മനസ്സിലാക്കുക, അതൊക്കെ കൃത്യമായിട്ട് തന്നെ ആ ഏരിയകളൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ പറഞ്ഞു, പ്രധാനമായിട്ടും വരാനിരിക്കുന്ന 3 10th ലെവൽ എക്സാംസ് എന്ന് പറയുന്നത് ഒന്ന് കമ്പനി ബോർഡ് LGS, അതുപോലെ തന്നെ VFA, ബെപ്കോ LDC എന്നിവയാണ്. നമുക്കിനി ഇവയുടെ സിലബസ് ഒന്ന് മനസ്സിലാക്കാം. നമുക്ക് കമ്പനി ബോർഡ് LGSൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലുള്ളത് പാർട്ട് 1 വരുന്നത് പൊതുവിജ്ഞാനമാണ്, 40 മാർക്ക്. പിന്നെ വരുന്നത് ആനുകാലിക വിഷയങ്ങൾ, അതിന് 20 മാർക്ക്. സയൻസ് 10 മാർക്ക്. പൊതുജനാരോഗ്യം 10 മാർക്ക്. ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും, അതിന് 20 മാർക്ക്. ഈ സിലബസ് മനസ്സിലാക്കുമ്പോൾ തന്നെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ്, മലയാളം എന്നീ വിഷയങ്ങൾ ഇതിലില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയ വിഷയങ്ങളൊക്കെ അതിൻ്റെ മാർക്ക് പോകാൻ കാരണമാകുന്ന ഒരു വിഷയമാണ് ഇംഗ്ലീഷ് എന്നൊക്കെയുള്ള ടെൻഷനുള്ള ആളുകളെ സംബന്ധിച്ച് ഈ എക്സാമിൽ എന്തില്ല, ഇംഗ്ലീഷ് ഇല്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ സിലബസ് ആദ്യം മനസ്സിലാക്കുക. 40 മാർക്കാണ് പൊതുവിജ്ഞാനം എന്ന ഭാഗത്ത് വരുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ആനുകാലിക വിഷയങ്ങൾക്ക് 20 മാർക്കാണുള്ളത്. കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക കേട്ടോ. കൃത്യമായ രീതിയിൽ ഡെയിലി കറണ്ട് അഫയേഴ്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 20 മാർക്ക് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിക്ക് 20 മാർക്കുണ്ട്. ഡെയിലി നമ്മൾ 1 മണിക്കൂർ വെച്ച് മാത്സ് വർക്കൗട്ട് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ എത്രമാത്രം വർക്കൗട്ട് ചെയ്യുന്നോ അങ്ങനെയാണ് നമുക്ക് മാത്സിലൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഡെയിലി നമ്മൾ മാത്സിനൊക്കെ സമയം കണ്ടെത്തുക. പിന്നീട് വരുന്നത് സയൻസ്, പൊതുജനാരോഗ്യം 10 മാർക്ക് വെച്ച് 20 മാർക്കാണ് ആ ഭാഗത്തു നിന്നും വരുന്നത്. അതുപോലെ നമ്മൾ സിലബസിൻ്റെ വെയിറ്റേജ് മനസ്സിലാക്കി കൃത്യമായിട്ട് ടോപ്പിക്സ് മനസ്സിലാക്കി നമ്മൾ പഠിച്ചു പോവുക. നമ്മൾ PYQs മാക്സിമം ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കി നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ പഠിച്ചാലാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ നമ്മൾ പറഞ്ഞു LDC നിലവാരത്തിലുള്ള VFA, അതുപോലെ തന്നെ ബെപ്കോ LDC, അവയുടെ സിലബസും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ചരിത്രം 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5, ധനതത്വശാസ്ത്രം 5, ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്ക്,
ജീവശാസ്ത്രം പൊതുജനാരോഗ്യം 6 മാർക്ക്, ഭൗതികശാസ്ത്രം 3, രസതന്ത്രം 3, കലാകായികം സാഹിത്യം സംസ്കാരം 5 മാർക്ക്, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്ക്, സുപ്രധാന നിയമങ്ങളുണ്ട് 5 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾക്ക് എത്രയാണ് ഇവിടെയും 20 മാർക്കാണ് എന്നോർക്കുക. ഇവിടെയും മാത്സിന് വരുന്നത് 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്. അപ്പോൾ LDC നിലവാരത്തിലേക്കുള്ള VFA അതുപോലെ തന്നെ ബെക്കോ LDCക്കൊക്കെ വരുമ്പോൾ ഇവിടെ എന്തുണ്ട്, മലയാളം ഇംഗ്ലീഷ് എന്നീ സബ്ജക്റ്റുകളുണ്ട് എന്ന് ഓർക്കുക. അതുപോലെ തന്നെ മാത്സിന് ഇവിടെ എത്ര മാർക്കാണ്, 10 മാർക്കാണ് വരുന്നത്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, കമ്പനി ബോർഡ് LGSൻ്റെ ആണെങ്കിലും VFA ബെക്കോ LDC എന്നീ എക്സാമുകളുടെ ആണെങ്കിലും നമ്മൾ പഠനത്തിനിരിക്കുമ്പോൾ നമുക്ക് കുറേ ടോപ്പിക്സ് ഒക്കെ ഇവിടെയും വരുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ തന്നെ VFA ബെക്കോ LDC ഈ എക്സാമുകൾക്കൊക്കെ നമുക്ക് സെയിം സിലബസാണ്. അപ്പോൾ ഒരു കൃത്യമായ രീതിയിലുള്ള പഠനം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ 2 എക്സാമും നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മനസ്സിലാക്കുക, 10th ലെവൽ എക്സാംസിൻ്റെ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിൽ ഹോട്ട് ടോപ്പിക്സ് മനസ്സിലാക്കി അവയ്ക്ക് കൂടുതൽ സമയം കൊടുത്ത് നമ്മൾ ആ ടോപ്പിക്കുകൾ നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കമ്പനി ബോർഡ് LGS എക്സാമിന് ഇംഗ്ലീഷ് മലയാളം എന്നീ സബ്ജക്റ്റുകളില്ല. നേരെ മറിച്ച് ബെക്കോ LDC VFA തുടങ്ങിയ എക്സാമുകൾക്ക് എന്തുണ്ട്, ഇംഗ്ലീഷും മലയാളവും ഉണ്ട് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് എക്സാമിനാണോ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങുക കേട്ടോ. ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളൊക്കെ മനസ്സിലാക്കി നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓർക്കുക, നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് 2026 എന്ന് പറയുന്നത് നമ്മുടെ വർഷമായിരിക്കും എന്നോർക്കുക. അപ്പോൾ കൃത്യമായിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. നമ്മൾ പ്രിപ്പറേഷനിൽ പുറകിലേക്ക് പോകരുത്. കമ്പനി ബോർഡ് LGSനൊക്കെ തയ്യാറെടുത്തിരിക്കുന്ന ആളുകൾ ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് വരുന്നുണ്ടാവും. ഇനി വരാനിരിക്കുന്ന VFA ബെക്കോ LDC അതിനൊക്കെ വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങാൻ നിങ്ങളും തയ്യാറാവുക. നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷനൊക്കെ ആരംഭിക്കുക കേട്ടോ. അപ്പോൾ ചിട്ടയായ ഒരു പഠനം വേണം. കൃത്യമായിട്ടൊരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഒരു മെൻറ്റർഷിപ്പോട് കൂടിയൊക്കെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ VFAക്കായിട്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിനായിട്ട് കർമ്മ എന്നൊരു കോഴ്സ് MINT PSC അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇതിൽ ടെസ്റ്റ് സീരീസ് അതുപോലെ തന്നെ മെൻറ്റർഷിപ്പ്, മോക്ക് ടെസ്റ്റ്, ലൈവ് ക്ലാസ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. Thank you.